നമസ്കാരം. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരിനുമേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തി PSCയുടെ വൻ മൂല്യനിർണ്ണയ പിഴവ് വിവാദമാവുകയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ലക്ഷങ്ങൾ ശമ്പളമുള്ള ഉയർന്ന തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷയിലാണ് 10 ചോദ്യങ്ങൾക്ക് മാർക്ക് പോലും ഇടാതെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. സംഭവം വൻ നാണക്കേടായതോടെ PSCക്കെതിരെ ആഞ്ഞടിച്ച് യുവജനക്ഷേമ കായിക മന്ത്രി ജനീഷ് തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. PSCയുടെ മൂല്യനിർണ്ണയ പിഴവിൽ വൻ അട്ടിമറി സംശയിക്കുന്നതായാണ് കായിക മന്ത്രി തുറന്നടിച്ചത്. കഴിഞ്ഞ 10 വർഷമായി രാഷ്ട്രീയമായി PSC ദുരുപയോഗം ചെയ്തുവെന്ന സംശയം പൊതുജനത്തിനുണ്ടായാൽ തെറ്റു പറയാൻ പറ്റില്ലെന്നും വെറുമൊരു ആഭ്യന്തര വിജിലൻസ് അന്വേഷണം കൊണ്ട് ഇതിൽ കാര്യമില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. DGP, IG റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും ജനീഷ് വ്യക്തമാക്കി. 1.25 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളം ലഭിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ്, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷണൽ ചീഫ്, പ്ലാനിംഗ് കോർഡിനേഷൻ ഡിവിഷണൽ ചീഫ് എന്നീ തസ്തികകളിലേക്കാണ് 2023 ജൂലൈ 13 പൊതു പ്രാഥമിക പരീക്ഷ നടന്നത്. ഇതാണ് വിവാദത്തിലേക്ക് വഴിവെച്ചത്. 2025 മെയ് 31 റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. പിറ്റേ മാസം തന്നെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ് തസ്തികയിലേക്ക് ഇടതു സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്ന 1ാം റാങ്കുകാരന് നിയമനം നൽകി. മാർക്കിൽ സംശയം തോന്നിയ മറ്റ് ഉദ്യോഗാർത്ഥികൾ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടെങ്കിലും നൽകാത്തതാണ് ദുരൂഹത ഉയർത്തിയത്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയും അപ്പീലും PSC തള്ളിയതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥി വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. കമ്മീഷൻ ഉത്തരക്കടലാസിന്റെ പകർപ്പ് നൽകാൻ ഉത്തരവിടുമെന്ന സാഹചര്യം വന്നതോടെയാണ് PSC തിരക്കിട്ട് പകർപ്പ് കൈമാറിയത്. ഇതിലൂടെയാണ് 10 ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ലെന്നും വെളിപ്പെട്ടത്. 10 ചോദ്യങ്ങൾക്ക് മാർക്കിടാതെ ഉയർന്ന ശമ്പള സ്കെയിലിലുള്ള 3 തസ്തികകളിലേക്കുള്ള പരീക്ഷയുടെ ഫലം PSC പ്രസിദ്ധീകരിച്ചതാണ് വിവാദമായത്. ക്രമക്കേട് പുറത്തു വന്നതോടെ സംഭവത്തിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണവും PSC പ്രഖ്യാപിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ താമസമുണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കും. പൊതുപരീക്ഷയുടെ ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളതിനാലാണ് മറ്റ് 2 റാങ്ക് പട്ടികകളിൽ പരീക്ഷയുടെ മാർക്ക് ഉൾപ്പെടുത്താത്തതെന്നും PSC അറിയിച്ചു. മാർക്കിട്ട ഉത്തരക്കടലാസ് ഉദ്യോഗാർത്ഥികൾക്ക് നൽകാതെ ഒളിച്ചു കളിച്ച PSC ക്രമക്കേട് പുറത്തായതോടെ മുഖം രക്ഷിക്കാൻ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. വിവരണാത്മക പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ മൂല്യനിർണ്ണയം നടത്തിയപ്പോൾ 10 ചോദ്യങ്ങൾ മാർക്കിടുന്നതിനായി പരിശോധനകൾക്ക് കൈമാറാൻ വിട്ടുപോയെന്ന് PSC പത്രക്കുറിപ്പിലൂടെ സമ്മതിക്കുകയും ചെയ്തു. 3 തസ്തികകളിലേക്കായി നടത്തിയ പൊതുപരീക്ഷയിൽ പങ്കെടുത്ത 228 പേരുടെയും 10 ഉത്തരങ്ങൾ പരിശോധിച്ചിട്ടില്ലെന്നും PSC അറിയിച്ചു. ഈ ഉത്തരങ്ങൾ വീണ്ടും മൂല്യനിർണ്ണയം നടത്തി പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കും. ചില ഉദ്യോഗാർത്ഥികൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചതിനാൽ ഇതിനകം നിയമനവും അഡ്വൈസ് മെമ്മോയും ലഭിച്ച 2 പേരുടെ കാര്യത്തിൽ തുടർ നടപടി ട്രൈബ്യൂണലിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കുമെന്ന് അറിയിച്ച് PSC കൈകഴുകി. ഇവരുടെ നിയമനം റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് PSCക്ക് കടക്കേണ്ടി വരും.